ശബരിമല തന്ത്രിയായ കണ്ഠര് രാജീവര് ഇനി ശബരിമലയിൽ തന്ത്രിയാകാനായിട്ട് ഞാൻ വരില്ല എന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചുകൊണ്ടൊരു കത്ത് നൽകി. എന്ന് മാത്രവുമല്ല, തൻ്റെ പിൻഗാമിയായിട്ട് മകൻ ബ്രഹ്മദത്തിനെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കത്തും ദേവസ്വം ബോർഡ് പരിഗണിച്ചിട്ടില്ല, കോടതിക്ക് വിടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അഴിമതി ആരോപണങ്ങൾ വല്ലാതെ ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിച്ചൊരു കാര്യം. ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ ഈ തന്ത്രിക്കെതിരെ പരസ്യ നിലപാടുമായിട്ട് രംഗത്തിറങ്ങി. ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ഇനി നൽകരുതെന്നാണ് പറയുന്നത്. പക്ഷേ അത് വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ അഭിപ്രായമാണെന്നും BJP എന്ന പാർട്ടിയുടെ അഭിപ്രായം അതല്ല എന്നുമുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പാർട്ടിയും സംസ്ഥാന നേതാവും രണ്ടും രണ്ട് തട്ടിൽ. അങ്ങനെ ആയതാണോ അതോ അങ്ങനെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? അത് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത തന്നെ. ഇന്നും ഇന്നലെ 2 ദിവസമായിട്ട് മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണത്. KS രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. സുദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റാണ്. മാത്രമല്ല, നേരത്തെയും ഈ സിനുവിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, നമ്മളൊക്കെ തന്നെ രാധാകൃഷ്ണൻ സാറുമായിട്ടുള്ള ചർച്ചകളിൽ ഈ തന്ത്രി കുടുംബം ശരിയല്ല എന്നൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടാണത്. ആ നിലപാട് അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ, ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിൽ, കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ എന്ന നിലയിൽ, ചിന്തകൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന് എടുക്കാം. മാത്രം അല്ല, അദ്ദേഹം ഒരു കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫിലോസഫർ എന്ന നിലയിൽ, നമ്മുടെ സംസ്കൃത സർവകലാശാലയുടെ VC ആയിരുന്ന ഒരാളെന്ന നിലയിൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായ നിലയിൽ ഒരുപാട് പദവികൾ വഹിച്ച ഒരാളാണ്. നല്ല നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ, നമ്മുടെ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല പഠനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, ഒരു നിലപാടാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ അദ്ദേഹം സാംസ്കാരിക രംഗത്ത് എന്നതിലേറെ രാഷ്ട്രീയ രംഗത്താണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആ നിലയിൽ അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രശ്നത്തെ കുറിച്ച് KS രാധാകൃഷ്ണൻ സാർ അഭിപ്രായം പറഞ്ഞല്ല. ശബരിമല കഴിഞ്ഞ കുറേ കാലമായിട്ടൊരു രാഷ്ട്രീയ ഇഷ്യൂ ആണ്, കത്തി നിൽക്കുന്ന ഒരു ബേണിംഗ് ഇഷ്യൂ ആണ് കേരളത്തിൻ്റെയും ദേശീയ തലത്തിലൊക്കെയുള്ള. പ്രത്യേകിച്ച് അവിടെ ഈ ശബരിമലയിലെ കൊള്ള കേസ് വന്നത് തൊട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിലപാട് ശരിയാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ശരി അതിലൊരുപാട് ശരിയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ, നമ്മളൊക്കെ തന്നെ നടത്തിയ ചർച്ചകളുടെ താഴെ പൊതുജനങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ KS രാധാകൃഷ്ണൻ സാറിൻ്റെ നിലപാടാണ് ശരി എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്, BJP അനുഭാവികളുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ചോദ്യങ്ങളുണ്ട്. ഒന്നുകിൽ KS രാധാകൃഷ്ണൻ സാറ് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒന്നുകിൽ ശബരിമലയിലെ തന്ത്രിമാരോടുള്ള BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമീപനം എന്താണ്? അതിൽ ആദ്യത്തെ ചോദ്യം, പാരമ്പര്യമായി ഒരു കുടുംബം തന്ത്രിമാരായി വാഴുന്നതിനോട് BJPക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ? അതില്ല എന്നാണ് KS രാധാകൃഷ്ണൻ സാറിൻ്റെ നിലപാട്. അത് BJPയുടെ നിലപാടാണോ? അല്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത്. കാരണം തന്ത്രി അപകടത്തിലാവുമ്പോഴൊക്കെ, തന്ത്രിക്കെതിരെ ആരോപണവും കേസും വരുമ്പോഴൊക്കെ BJP തന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ഓർമ്മയില്ലേ, BJPയുടെ സംസ്ഥാന വക്താവായ സന്ദീപ് വാചസ്പതി നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് ഐക്യപ്പെടുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടു. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാളെ അങ്ങനെ കാണാൻ പോകുന്ന പാർട്ടിയല്ല BJP. അപ്പോൾ പോയി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ തീരുമാനമാവുമല്ലോ. അങ്ങനെയൊക്കെ തീരുമാനിച്ച ഒരു പാർട്ടിയെ ഇപ്പോൾ ആ നിലപാട് ഇതുവരെ മാറ്റിയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള KS രാധാകൃഷ്ണൻ സാറ് വളരെ തുറന്ന ഒരു അറ്റാക്ക് ഈ തന്ത്രി കുടുംബത്തിനെതിരെ നടത്തേണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമാണ്, കാരണം ആ കുടുംബത്തിനെതിരായി ഒരുപാട് ആരോപണങ്ങൾ വന്നു. അഴിമതി മാത്രമല്ല, അധാർമികമായ കേസുകൾ വന്നു. അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. പഴയ ശോഭാ ജോണിന്റെ കേസ് ഉണ്ടല്ലോ, ശോഭാ ജോണിന്റെ കേസിൽ തന്ത്രി പിടിക്കപ്പെട്ടതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അത് ഉൾപ്പെടെ അദ്ദേഹം വളരെ കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്, അഴിമതി കേസുണ്ട്. അതിനേക്കാളൊക്കെ ഏറെ പ്രധാനമാണ് ഇതുപോലുള്ള ഇപ്പോൾ ശബരിമലയിലെ അഴിമതി കേസിൽ ഇപ്പോൾ ഒരു തന്ത്രിയല്ല, പരമ്പരാഗതമായി 2 തന്ത്രിമാരെ പ്രതിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒരു തന്ത്രി അറസ്റ്റിലായി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും അടുത്ത ചോദ്യം എന്താ? ഇപ്പോൾ തൊട്ട് മുമ്പിൽ ദേവസ്വത്തിന് മുമ്പിൽ ഇവർ എഴുതി കൊടുത്തിരിക്കുന്നത് എന്താ? ഞങ്ങൾ കുറ്റവാളികളായതുകൊണ്ട് നിലവിലുള്ള തന്ത്രി ആ വഴിക്ക് വരുന്നില്ല, ഞങ്ങൾ തൽക്കാലം മാറി നിൽക്കുകയാണ്, കേസ് തീരട്ടെ. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തന്ത്രിയാക്കിക്കൊള്ളൂ എന്നല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ അടുത്തയാളെ ബ്രഹ്മദത്തൻ എന്ന യുവാവിനെ, ആ കുടുംബത്തിലെ തന്നെ ഇളയ തലമുറയിൽ നിന്ന് ഒരാളെ തന്ത്രിയാക്കണം എന്നാണ് അവർ നിർദ്ദേശം. അവരാ നിർദ്ദേശിക്കുന്നതിന് കീഴ്വഴക്കമുണ്ട്. കാരണം എന്ന് വെച്ചാൽ
ഈ പറഞ്ഞ കുടുംബം എന്താണ് താഴമൺ കുടുംബത്തിൽ നിന്നാണല്ലോ തന്ത്രി ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ആര് എന്ന് അന്വേഷിച്ച് നടക്കണ്ട. ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത പിന്മുറക്കാരനാവേണ്ടത് ബ്രഹ്മദത്തനാണ് എന്ന് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അവർക്ക് പറയാനുള്ള പാരമ്പര്യം എന്താ പറയുന്നത് കൺവെൻഷൻ ഉണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ തന്ത്രി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ദേവന്റെ പിതൃസ്ഥാനീയൻ അങ്ങനെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങൾ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഈ തന്ത്രി എന്ന് പറയുന്ന ആൾ വരുന്നു, അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തുന്നു, തന്ത്രി പോകുന്നു, പിന്നീട് മേൽശാന്തിയും അല്ലെ അവിടുത്തെ പരികർമ്മികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ശബരിമലയിൽ അങ്ങനെയല്ല. ഈ തന്ത്രി വന്നാൽ തന്ത്രി ദിവസങ്ങളോളം അവിടെ ചെലവഴിക്കും. ഒരുപക്ഷെ ഉത്സവ സീസൺ കഴിയുന്നവരെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകും. ആ സമയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെ ഭഗവാന്റെ പിതൃസ്ഥാനീയനായ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോയി കാണും. ചിലപ്പോൾ സമ്മാനങ്ങൾ നൽകും. അത് വസ്ത്രമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വിലപിടിച്ച വസ്തുക്കളായിരിക്കും, പണമായിട്ടായിരിക്കും. മാത്രവുമല്ല അവർ പിന്നീട് പറയും ഈ തിരക്കൊക്കെ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലൊരു വലിയ പൂജയുണ്ട്, തന്ത്രി വരണം. എന്നിട്ട് എൻ്റെ അനുജൻ്റെ വീട്ടിലൊരു വലിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, വരണം. എൻ്റെ മകളുടെ കല്യാണം അടിയന്തരം എന്ന് പറഞ്ഞിട്ട് പല ചടങ്ങുകളിലേക്ക് വിളിക്കും. അപ്പോൾ ശബരിമല തന്ത്രി അവിടെ വെച്ച് ബുക്ക് ചെയ്യപ്പെടുക കൂടിയാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ പൂജയ്ക്ക് ലക്ഷങ്ങളാണ് പ്രതിഫലം. കാരണം അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ വന്നിരുന്ന് ഒരു പൂജ നടത്തിയാൽ അതിന് വലിയ വിശ്വാസങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർ ആന്ധ്ര, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ എന്തിനാണ് തന്ത്രി ഇവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല. ഇവിടെ ഇപ്പോൾ കണ്ഠര് രാജീവർ പറയുന്നത് ഞാൻ വരുന്നില്ല, എൻ്റെ മകനെ എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യം അവിടെ നിർത്തണം. ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ഒരു കീഴടങ്ങല. കാരണം എന്തറിയാം, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത്രയും കേസിൽ പ്രതിയാക്കപ്പെട്ടു. ഒപ്പം മഹേഷ് മോഹനർ എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്. ഈ മഹേഷ് മോഹനർ എന്ന് പറയുന്ന തന്ത്രിക്ക് നേരെയും കേസ് വരും. അപ്പോൾ ഈ തന്ത്രിമാരെ മാറ്റിയിട്ട് ഇനി ഈ പറയുന്ന പോലെ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെ ഒരു സിസ്റ്റം വേറെ കുടുംബത്തിൽ നിന്ന് എടുക്കാം, 1 വർഷത്തേക്ക് അല്ലെ 5 വർഷത്തേക്ക് എന്ന രീതിയിലെടുത്താൽ ഇവരുടെ ആ സ്ഥാനം നഷ്ടപ്പെടും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് അനന്തരാവകാശിയായിട്ട് ഇന്ന ആളിനെ വേണമെന്ന് പറയുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് അതൊക്കെ ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് നേരെ കോടതിക്ക് വിടുന്നു. കോടതി എടുത്തോട്ടെ തീരുമാനം, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ തന്ത്രി കുടുംബത്തിൽ നിന്ന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരു മോഹനർ എന്ന് പറയുന്ന ഒരു തന്ത്രിയുമായിട്ട്, ശോഭ ജോൺ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കുടുംബം അങ്ങനെയൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് അവരെ മാറ്റണമെന്നാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ പ്രശ്നം BJPയുടെ നിലപാടല്ല അത്. കാരണം BJP എന്ന് പറയുമ്പോൾ ഹൈന്ദവ സമുദായത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഹൈന്ദവ സമുദായത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ അഭിപ്രായം പറയും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചാനലുകൾക്ക് മുമ്പിൽ അഭിമുഖം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവാം. ഇതിലിപ്പോൾ ഒരു പ്രശ്നമുള്ളത് വിശ്വാസത്തിൻ്റെ ലോജിക്ക് ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ അയ്യപ്പൻ മൈനറാണ് എന്നത് വിശ്വാസമാണല്ലോ. അതെ. അയ്യപ്പന് യൗവനയുക്തകളായ സ്ത്രീകൾ ഇങ്ങോട്ട് വരരുത് എന്ന അയ്യപ്പന്റെ കൽപ്പനയാണല്ലോ. അതിന് ലോജിക്ക് വെച്ച് ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഒരു വിശ്വാസമാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന കുടുംബമാണ്. താഴമൺ കുടുംബം എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിന് ഈ നമ്മൾ പ്രയോഗിക്കുന്ന സാമാന്യ യുക്തി ബാധകമാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്ത ആളല്ല ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. കെ എസ് രാധാകൃഷ്ണൻ ഒരു പക്ഷേ ഉയർത്തുന്നത് ഇങ്ങനെ ഒരു പുതിയ ചിന്ത, താഴമൺ കുടുംബത്തിൻ്റെ ഈ തന്ത്രി എന്ന അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചിന്ത അദ്ദേഹം സമൂഹത്തിലും BJPക്ക് അകത്തും ഉയർത്തിയിരിക്കാം. പാർട്ടി സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുറത്ത് പറഞ്ഞതായിരിക്കാം. ആ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിലപാടിന് ഒരുപക്ഷെ വിശ്വാസികളിൽ വലിയൊരു ശതമാനം പിന്തുണക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല നിലപാടുകളുടെയും താഴെ വരുന്ന കമൻറ്റുകൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിലനിൽക്കുന്ന ഒരു ആചാരത്തെ, ഒരു കൺവെൻഷനെ, ഈ താഴമൺ കുടുംബത്തിൻ്റെ പാരമ്പര്യാവകാശത്തെ, തന്ത്രിയാവാനുള്ള പാരമ്പര്യാവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ മനസ്സ് രൂപപ്പെട്ട് വരുന്നുണ്ട് വിശ്വാസികൾക്കിടയിൽ എന്നർത്ഥം. അത് BJPക്ക്, അത് അങ്ങനെയാണെങ്കിൽ BJPക്ക് അകത്ത് ഒരു പുനർചിന്ത വേണ്ടി വരും. ആ പാരമ്പര്യ ആചാരത്തെ പിന്തുണക്കണം. അങ്ങനെ ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട്. ആചാര ലംഘനം വലിയൊരു ഇഷ്യൂ ആക്കി ഉയർത്തിയ പാർട്ടിയാണ് BJP. അതിൻ്റെ പേരിൽ വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയ പാർട്ടിയാണ്. അവർക്ക് ഈ ആചാര ലംഘനം എങ്ങനെ എന്ന ചോദ്യം മറുപക്ഷത്തു നിന്ന് വരും, രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് വരും. അപ്പോൾ BJPക്ക് അകത്ത് എന്തായാലും ഒന്നുകിൽ ഈ കെ എസ് രാധാകൃഷ്ണൻ്റെ ഒരു പക്ഷേ സാംസ്കാരികമായ ഒരു ഉണർവുണ്ടാകട്ടെ, ഒരു പുതിയ ചിന്ത വരട്ടെ. ഇങ്ങനെ തന്ത്രി കുടുംബത്തിന്, ഈ താഴമൺ കുടുംബത്തിന് പാരമ്പര്യമായി കൊടുക്കാനുള്ളതാണോ, അവർക്ക് പണം സമ്പാദിക്കാനുള്ളതാണോ, അവർക്ക് വലിയ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ളതാണോ, അവർക്ക് പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും അനുഭവിക്കാനുള്ളതാണോ
ആ പദവി എന്നൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുകയാവാം. അദ്ദേഹം അതൊരു വലിയ ഒരു വലിയ കലാപമായിട്ട്, കലഹമായിട്ടും വലിയ ചിന്തയും ഒക്കെ ആയിട്ട് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതാണ് എൻ്റെ പോസിറ്റീവായൊരു കാര്യം. അതിൻ്റെ പിന്നിൽ ആളുകൾ പിന്തുണക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ആ നിലപാട് ശക്തിപ്പെട്ടു വരുമ്പോൾ BJPക്ക് അവരുടെ നിലപാട് തിരുത്തുകയും ഈ KS രാധാകൃഷ്ണന്റെ നിലപാട് പാർട്ടി നിലപാടായി സ്വീകരിക്കുകയും വന്നതായിരിക്കാം. അങ്ങനെ വരാൻ സാധ്യതയുണ്ടായിരിക്കാം ഒരു ഭാഗം. രണ്ട്, വളരെ നേരെ KS രാധാകൃഷ്ണൻ സാറിനെതിരെ വരാവുന്ന ഒരു ചിന്ത, KS രാധാകൃഷ്ണൻ സാറ് കോൺഗ്രസിന്റെ കൂടെ നിന്ന് അക്കാലത്ത് കേരളത്തിൽ ഒരു അക്കാഡമീഷ്യന് കൊടുക്കാവുന്ന എല്ലാ അംഗീകാരവും കൊടുത്തൊരു പാർട്ടിയാണ്. പിന്നീട് അദ്ദേഹം BJPയിൽ പോയി ചേർന്നതാണ്. അതിന് അദ്ദേഹത്തിൻ്റെതായ ബോധ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് കേരളത്തിലെ ഭരണമാറ്റം വന്നു, കോൺഗ്രസ് 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം BJPയുടെ പ്രഖ്യാപിത നിലപാടെന്ന് ജനങ്ങൾ ധരിച്ചൊരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് തന്ത്രി കുടുംബത്തോട് സ്വീകരിച്ചുകൊണ്ട് അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സിനു ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഒരു ആശയപരമായ ചർച്ചയ്ക്ക് പുറത്ത് അതിന് സ്കോപ്പ് ഉണ്ടാവാം. കാരണം തൻ്റെ നിലപാടുകൾക്ക് BJPയിൽ സ്വീകാര്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തു പോകാനുള്ള തീരുമാനമാകാം. പാർട്ടി നടപടി എടുത്തുകൊള്ളട്ടെ എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ആലോചിക്കാതൊന്നും ചെയ്യുന്ന ഒരാളല്ലല്ലോ തീർച്ചയായിട്ടും KSR. അപ്പോൾ ആ നിലപാടുകൾക്ക് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട് എന്താവും? BJP അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഞങ്ങളുടെ നിലപാടല്ല, പാർട്ടിയുടെ നിലപാടല്ല, വ്യക്തിപരമായി ആരെങ്കിലും പറയുന്ന നിലപാട് ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ BJP പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ നിലപാടിൽ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? KSR പറഞ്ഞ നിലപാടിൽ ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ധാരാളം ഉണ്ടെങ്കിൽ ആ നിലപാടിലേക്ക് BJP മാറേണ്ടി വരുമോ? ഒന്ന്. രണ്ട്, അല്ലെങ്കിൽ പരസ്യമായി KSRന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനപ്പുറത്തേക്ക് ഈ നിലപാട് പാർട്ടി വിരുദ്ധമാണ് എന്ന് BJPക്ക് പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അങ്ങനെ നടപടിയെടുത്താൽ KSRന്റെ നിലപാട് എന്താകും? അദ്ദേഹം രാഷ്ട്രീയം വിട്ടുപോകുമോ? അതോ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന വഴിയിലേക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ 2-3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ KSRന്റെ നിലപാട് പാർട്ടി അംഗീകരിക്കണം, അല്ലെങ്കിൽ KSRനെ തള്ളിപ്പറഞ്ഞ് പാർട്ടി നടപടിയെടുക്കണം. പാർട്ടി നടപടിയെടുത്താൽ എന്ത് എന്നത് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഓപ്ഷനാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.